ദില്ലി സ്ഫോടനത്തിലെ ഭീകര സംഘടനയിൽ കൂടുതൽ പേർ ഉണ്ടോ? ഇത് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരർക്ക് ലഭിച്ചത് 1-2 കിലോയല്ല, 3200 കിലോ സ്ഫോടക വസ്തുക്കളാണ്. അതിൽ 2900 കിലോ മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനിയും 300 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനുണ്ട്. ഭീകരരുമായി ബന്ധമുള്ള മറ്റിടങ്ങളിലും ഹരിയാന പോലീസ് അടക്കം പരിശോധന നടത്തുകയാണ്. ആദിൽ പാലോടുണ്ട് നമുക്കൊപ്പം ഫരീദാബാദിൽ നിന്ന്. ആദിൽ പാലോട്, ഗ്രൗണ്ട് സീറോയിലേക്ക് ഫരീദാബാദിലേക്ക് ഈ ഭീകരരുടെ ഹൈഡ് ഔട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അൽഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് മുന്നിലാണ് ഉള്ളത്. അൽഫലാഹ് യൂണിവേഴ്സിറ്റി നമ്മൾ സന്ദർശിച്ചു. ഇതൊപ്പം തന്നെ ഈ ഉമർ എന്ന് പറയുന്ന ഡോക്ടർ, അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലമാണിത്. ഇയാളുടെ ഈ ഭീകരാക്രമണ പദ്ധതിയിലെ മുഖ്യ സൂത്രധാരനായ ഡോക്ടർ മുസമ്മിൽ താമസിച്ചിരുന്ന വീടും ഒളിയിടവും അടക്കം നമ്മൾ സന്ദർശിച്ചു, റിപ്പോർട്ടുകൾ തയ്യാറാക്കി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട് 300 കിലോ സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെത്താനുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് എത്ര കിലോ സ്ഫോടക വസ്തുക്കളാണ് ഈ സംഘത്തിന് ലഭിച്ചിരുന്നത് എന്നത് സംബന്ധിച്ചൊരു പരിശോധന നേരത്തെ തന്നെ അന്വേഷണ സംഘം നടത്തിയിരുന്നു. 3200 കിലോ സ്ഫോടക വസ്തുക്കളാണ് ലഭിച്ചത് എന്നതായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ഇനി 300 കിലോ സ്ഫോടക വസ്തുക്കൾ കൂടി കിട്ടാനുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുന്നു. ഭീകര സംഘത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്നത് കൃത്യമായി അവിടെ പരിശോധിച്ച് വരികയാണ്.